ക്രിമേഷന്റെ സമയവും തീരുമാനിച്ചിട്ടില്ല. ചെറിയമ്മയുടെ 2 ആൺമക്കൾ എത്തിയിട്ടില്ല. ആ ഇവിടെ അടുത്തന്നെ താമസിക്കുന്നത്. പക്ഷെ വരണ്ടേ? എന്റെ അമ്മേ, ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പൊക്കിളഞ്ഞല്ലോ. വലിയ കുട്ടാന്ന് ഒരിക്കൽ കൂടി വിളിക്കാമേ. എന്റെ അമ്മ ഞങ്ങളെ ഇട്ടേച്ച് പോയോ? എന്റെ ഒരേ ഒരു മകൾ അമ്മ പോലും നീ കഴിഞ്ഞുള്ളൂ എന്ന് അമ്മ പറയുമായിരുന്നു. ഞാനിത് എങ്ങനെ മറക്കും പ്രവീൺ ചേട്ടാ? അമ്മ എനിക്ക് അമ്മായി അമ്മ ആയിരുന്നില്ല, സ്വന്തം അമ്മ തന്നെ ആയിരുന്നു. എന്റെ അമ്മയുടെ ശവമാണല്ലോ എനിക്ക് കാണേണ്ടി വന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അമ്മ എന്നെ അന്വേഷിച്ചില്ലേ? വലിയ കുട്ടാന്ന് വിളിച്ച് കരഞ്ഞില്ലേ? എടി അമ്മു, എന്റെ അമ്മയെ കൊന്നിട്ടാണോ ആങ്ങളമാരെ വിവരം അറിയിക്കുന്നത്? അമ്മയ്ക്ക് സീരിയസ് ആണെന്ന കാര്യം നീ എന്നോട് നേരത്തെ അറിയിച്ചില്ല. അങ്ങനെ അറിയിച്ച നാട്ടുകാരുടെ മുമ്പിൽ അവൾക്ക് ആളാവാൻ പറ്റുമോ? നാടുണ്ടോ പ്രവീൺ ചേട്ടന്? സ്വന്തം അമ്മ മരിച്ച വിവരം ചേട്ടനെ വിളിച്ച് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരൻ. കൊച്ചൂട്ടൻ എന്താ വൈകിയേ? അകത്ത് വലിയോട്ടൻ കിടന്ന് ബഹളം വയ്ക്കുന്നു. ബഹളം വയ്ക്കാൻ അയാൾക്കെന്താ അവകാശം? അമ്മ അയാളാണോ നോക്കിയത്? മദ്രാസിലോ ബോംബെയിലോ കൊണ്ടുപോയി ചികിത്സിക്കാന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ, അമ്മോ സമ്മതിക്കാഞ്ഞത്? അങ്ങനെ ഒരു സംഭവം നടന്നു? അയ്യോ, ഞാനതറിഞ്ഞില്ല. എങ്കിലും എന്റെ പത്മം. കൊച്ചൂട്ട, അകത്ത് വലിയോട്ടനും ആരുടെയും ഭയങ്കര കരച്ചില്ല. നിങ്ങളും ഭംഗിയായിട്ട് കരഞ്ഞേക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും നിങ്ങൾക്ക് പത്മത്തിനോട് സ്നേഹമില്ലെന്ന്. ചെല്ല് ചെല്ല്. ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ മരിക്കേണ്ടി വരുമായിരുന്നു. കിടക്കുന്ന എന്റെ ദൈവമാണ്, കാണപ്പെട്ട ദൈവം തന്നെയാണ് പരാശക്തി. എന്റെ അമ്മ എന്റെ കൂടെ വന്ന് താമസിക്കാമെന്ന് അമ്മ സമ്മതിച്ചതല്ലേ? അമ്മ അല്ലേ അമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്? എന്നാടി കൂടെ താമസിപ്പിക്കാൻ നീ അമ്മയെ ക്ഷണിച്ചത്? ആളുകളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നോ? മനുഷ്യരായ ഇത്രയും കുശുമ്പും കുന്നായ്മയായിരുന്നു. എനിക്ക് എന്തിനാ നിന്നോട് അസൂയ? നാട്ടുകാർക്കാ നിന്റെ ഇപ്പോഴത്തെ നല്ല നടപ്പിന്റെ കാര്യം അറിയാൻ പാടില്ലാത്തെ? ദേ, ഒരുമാതിരി വൃത്തികെട്ട വർത്താനം പറയരുത്. നിന്റെ ഭർത്താവ് ദുഷിച്ച സ്വഭാവം കാണിക്കുന്നത്. എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞ കാരണം ഓടിച്ചു പോയിക്കും ഞാൻ. ഇവൻ പറയുന്ന കേട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. പ്രവീൺ ചേട്ടൻ ഒരു ആണാണോ? കൊച്ചൂട്ടാ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. നീ നിന്റെ ചേട്ടത്തെ ബഹുമാനിക്കണം. ഞേട്ടത്തിയുടെ വ്യഭിചാരത്തിന്റെ കഥ ഇപ്പൊ നാട്ടിൽ പാട്ടാ. ചേട്ടൻ വെള്ളമൊടിച്ച് കിടക്കുമ്പോ ചേട്ടത്തിക്ക് ആരാ കൂട്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവന്റെ കർണക്കുറ്റി അടിച്ച് തകർക്കേട്ടാ. സ്വന്തം അമ്മയുടെ ശവശരീര നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കണം. നീ ആരടാ ഞങ്ങളെ മനുഷ്യത്വം പഠിപ്പിക്കാൻ? അമ്മയെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത് ഇവൻ ഒറ്റ ഒരുത്തനാ. കൈമണി അടിച്ച് അമ്മയെ വശത്താക്കി ഞങ്ങളുടെ ശത്രുവാക്കി. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവര് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സംസാരിക്കട്ടെ. അതിന് നിനക്കെന്താണ് ഇതിൽ കാര്യം? നീ ഈ വീട്ടിലെ വേലക്കാരനല്ലേ? അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം തകർത്തത് ഇവൻ ഒറ്റ ഒരുത്തനാ. കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തും ഏഷണി കൂട്ടിയും ഇവനാ ഞങ്ങളെ അമ്മയിൽ നിന്നും അകറ്റിയത്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കുറെ കാലമായി സഹിക്കുന്നു. ഈ കിടക്കുന്നത് ഞങ്ങളെ പ്രസവിച്ച സ്ത്രീയാ. നീ ഇവിടുത്തെ ആരടാ? പറടാ. ഇറങ്ങി പുറത്തേക്ക് വിഷ്ണു. പത്മത്തിന്റെ സംസ്കാരം എപ്പോ എങ്ങനെ നടത്തണമെന്നൊക്കെ ഞങ്ങള് ബന്ധുക്കളെ തമ്മിൽ തീരുമാനിച്ചോളാം. ചെല്ല് ചെല്ല് ചെല്ല്. പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങി പോടാ. എന്റെ വല്യേട്ടനും കൊച്ചേട്ടനും ഭാര്യമാരും നാടകം കളിച്ചത് മതി. അമിത അഭിനയം വേണ്ട.
അമ്മയുടെ ജീവനുള്ള ശരീരത്തെയാണ് മക്കൾ സ്നേഹിക്കേണ്ടത്, അല്ലാതെ അമ്മയുടെ ജഡത്തെ അല്ല. അമ്മ ഓർമ്മ നഷ്ടപ്പെട്ട് ഈ വീട്ടിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടിയപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാത്തവര് നാട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നു. എന്റെ അമ്മയുടെ ശവശരീരത്തിൽ തൊടാനുള്ള അവകാശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള അർഹതയും നിങ്ങൾക്കില്ല. അഥവാ നിങ്ങൾ അതിന് തയ്യാറായ അമ്മയുടെ ശവത്തിനോടൊപ്പം എന്റെ ജീവനുള്ള ശരീരം നിങ്ങൾക്ക് ദഹിപ്പിക്കേണ്ടി വരും. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ അടുത്ത് നിന്ന് എന്റെ അമ്മയുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടാതെ പോവും. കേട്ടത് മതിയായില്ലേ? ഇനിയെങ്കിലും ഇറങ്ങിക്കൂടെ? ആൾക്കാരുടെ മുമ്പില് നമ്മളെ വട്ടപ്പൂജയാക്കി അവളെ ജയിച്ചത് കണ്ടില്ലേ? എക്കേടും കെട്ടുപോട്ടെ, നമുക്ക് പോവാം. വാ. വാ പോ. വേണ്ട, അമ്മു സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അമ്മോന് വേണ്ടി സംസാരിക്കാൻ നീ ആരാ? അമ്മോന്റെ ഭർത്താവോ? ആ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ തല്ലിക്കോളൂ. പക്ഷെ നിങ്ങൾ പോവരുത്. പ്രവീൺ സാർ തന്നെ അമ്മച്ചിയുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. അല്ല, ഇതെന്റെ തീരുമാനമാ, അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ചെതയ്ക്ക് വീച്ചേട്ടൻ തീ കൊളുത്തും. അമ്മുകുഞ്ഞേ, അതെ, അമ്മ തന്നെയാ പറയുന്നത്. അമ്മയുടെ മൂത്ത മകന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം വീച്ചേട്ടൻ തന്നെ ചെയ്യും. ബാക്കിയുള്ളവർക്ക് പോകാം. തൃപ്തിയായല്ലോ, ഇറങ്ങ. വാടി. വായിങ്ങോട്ടെ. വേഗം വാ. അവരെല്ലാം പുറത്ത്. അച്ഛനോടും കൂടിയാ പറഞ്ഞത് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. അപ്പൊ നീയാ? ഞാനിവിടെ നിൽക്കും. ആ, അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും. ആ, ആ, ആ. പൊയ്ക്കോന്ന്. അമ്മുകുഞ്ഞേ, അമ്മയുടെ അമ്മ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരും. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമ്മയെന്ന് പറഞ്ഞു പോയിരിക്കുന്നു. വെറുതെ നാണം കെട്ടു. ആ നേരം ഉണ്ടായിരുന്നെങ്കിൽ ഓഫീസിലെ പണി എനിക്ക് കുറെ തീർക്കാമായിരുന്നു. എന്നാലും എന്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് നന്നായി. അല്ലെങ്കിൽ മോളുടെ അമ്മായിയമ്മയുടെ ചാക്കാലയ്ക്ക് വീട്ടിൽ നടന്ന സീൻ കണ്ട് അവരെല്ലാം ഞെട്ടിപ്പോയേനെ. എന്നാലും അവളുടെ ഒരു അഹങ്കാരം 2 ആങ്ങളമാരെ അടിച്ചു പുറത്താക്കിയിരിക്കുന്നു. ലോകത്തേതെങ്കിലും പെണ്ണങ്ങനെ ചെയ്യോ? അല്ല, അതിന് നിങ്ങളെ പറഞ്ഞാ മതി. കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ആണത്തം വേണം. ഇത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പാവങ്ങളായി പോയി. അത് അവക്കറിയാം. അല്ലേ പിന്നെ എന്തിനും പോന്ന നാത്തൂമാര് വേണം.
യമുനയുടെ അടുത്ത് അവളുടെ വെള്ളച്ചിലൊന്നും നടക്കത്തില്ല. ഞാൻ കുറച്ച് മര്യാദ കാണിച്ചു പോയി, അതിന്റെ കേടാ. എന്നാലും അമ്മ പോയി, ഒന്ന് കണ്ടില്ല അവസാനം, ഒരു വാക്ക് പറഞ്ഞില്ല. തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. അതിനിപ്പൊ കണ്ടിട്ട് എന്താ കാര്യം? ഓർമ്മയുമില്ല, ബോധവുമില്ല, ഒരു ബന്ധവുമില്ലാതെ ഓരോന്ന് പറയും. അമ്മയെ പോയി കണ്ടാലും അമ്മ ചോദിക്കുക ആരാന്ന്. എനിക്ക് തോന്നുന്നത് കാണാതിരുന്നത് നന്നായി എന്നാ. ഒന്നുമില്ലേലും നിങ്ങളുടെ മനസ്സിൽ അമ്മയെ പറ്റി ഒരു നല്ല ചിത്രമുണ്ടല്ലോ. അതല്ലാതെ ഓർമ്മയില്ലാതെ അതും ഇതും വിളിച്ചു പറയുന്ന രീതിയിൽ കണ്ടിരുന്നെങ്കിൽ. ഇനിയിപ്പോ അങ്ങനെ പറയാനല്ലേ പറ്റൂ. എന്നാലും ചിലപ്പോ അമ്മ മനസ്സിലെങ്കിലും എന്നെ ശപിച്ചു കാണുമായിരിക്കും. ആ, അമ്മ ശപിച്ചിട്ടുണ്ടേലേ ഇങ്ങനെ 2 ആണത്തമില്ലാത്ത മക്കൾ ഉണ്ടായിപ്പോയല്ലോ എന്ന് ഓർത്താ. നാണോ ഇല്ലല്ലോ അതും പറഞ്ഞ് സങ്കടപ്പെടാൻ. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ദാ ഇവളും ഞാനും കൂടെ പോയതാ. അല്ലയോടി ചിഞ്ചു? എപ്പോഴാ പോയത്? ഒറ്റ തവണ, only once. I hate people like. Why do you lie? മമ്മി അവിടെ പോയി ഗ്രാൻഡ്മയെ നോക്കിയെന്ന് പറഞ്ഞത് കള്ളമല്ലേ? എടി എടി എടി, ഒരെണ്ണം ഞാൻ വെച്ചെന്നാലുണ്ടല്ലോ. പോയില്ലേടി, നമ്മൾ രണ്ടും കൂടെ അല്ലയോ പോയത്? ജസ്റ്റ് വൺസ്. എന്നിട്ട് ഗ്രാൻഡ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്തു. ഡാഡി 50,000 കൊടുക്കാൻ പറഞ്ഞു. മമ്മി അത് 5,000 ആക്കി കുറച്ചു. അപ്പച്ചി ഡിഡ് അക്സെപ്റ്റ്. അപ്പച്ചി പറഞ്ഞതാ സത്യം. യു ആർ എ ചീറ്റ്. യു നെവർ ലവ് ഗ്രാൻഡ്മ. ഐ നോ. കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം? അതെങ്ങനെയാ? വൈകുണ്ഠം ഫാമിലിയുടെ അഹങ്കാരം അങ്ങനെ പകർന്നു കിട്ടിയിരിക്കുക. ഇങ്ങനെയാണോ ഇവിടെ സംസാരിക്കുന്നേ? ദേ നിന്നെ അടിച്ചു ഞാനുണ്ടല്ലോ. അവളെ അടിക്കണ്ട, വെറുതെ കുട്ടികളെ കള്ളം പറയാൻ പഠിപ്പിക്കാതെ. അവള് വളർന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ കൺമുന്നിൽ കാണുന്ന അവള് വിളിച്ചു പറയും. അതിനിപ്പോ അവളെ അടിച്ചിട്ടെന്ത് കാര്യം? അന്ന് അമ്മയ്ക്ക് 50,000 കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ അത് 5,000 ആക്കി. അമ്മൂനെ ഇൻസൾട്ട് ചെയ്തു. അമ്മൂനെ മാത്രമല്ല, എന്നെയും. നിങ്ങൾക്കല്ലേലും ഞാൻ പറയുന്നത് മനസ്സിലാവത്തില്ല. ഇവിടെ ഇരുന്നോ അമ്മയെ വാഴ്ത്തിക്കൊണ്ട്. മര്യാദയ്ക്ക് പോയി അവളെ പിടിച്ചിറക്കി 2 തല്ല് വെച്ച് കൊടുക്കാനുള്ളതിനു പകരം എനിക്ക് വേറെ ജോലിയുണ്ട്. കാണാൻ പറ്റിയില്ല ഡാഡി. ഇനി കാണണമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല അല്ലേ? ഷീ ഈസ് ഗോൺ ഫോറെവർ, ഫോറെവർ. മോൾക്കറിയാതെ ഡോണ്ട് ബി സില്ലി. ഗ്രാൻഡ്മ മരിച്ചു. മരണമെന്ന് പറയുന്നത് അതൊരു ശാശ്വത സത്യമാ. അതേ ഉള്ളൂ സത്യം. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. അമ്മൂമ്മ കാണണമെന്ന് ഡാഡിക്ക് തോന്നത്തില്ലേ? ഇനി കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുമ്പോ സങ്കടം തോന്നത്തില്ലേ? ഡോണ്ട് ബി സില്ലി, ഡോണ്ട് ബി സില്ലി. മോള് പോയി കിടന്നുറങ്ങിക്കോ. അമ്മൂമ്മ അമ്മൂമ്മ ഇവിടെയൊക്കെ തന്നെ കാണും. അങ്ങനെ വിചാരിക്കാം. എല്ലാത്തിനും കാരണം നീയാ. നീ കാരണോ? ഞാനിങ്ങനെ പെങ്കോന്തനായി പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ശേ, അന്ന് അമ്മയെ അമ്മൂനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. നീ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഞാൻ എന്തോ ചെയ്തെന്നാ? ആങ്ങളമാരെ ധിക്കരിച്ചു നിന്ന ഒരുത്തി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതാണോ എന്റെ തെറ്റ്? ഡേ ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. വെറുതെ എന്റെ തലയിൽ കുറ്റം കിട്ടിയൊക്കെ നോക്കണ്ട. നിങ്ങളുടെ വീട്ടുകാർക്കേ അല്ലേലും നിങ്ങളെ ഒരു വിലയും ഇല്ല. അമ്മയ്ക്കുമില്ല, പെങ്ങൾക്കുമില്ല. അത് അന്നുമില്ല, ഇന്നുമില്ല. എന്റെ അച്ഛനെങ്ങാനും ആയിരിക്കണമായിരുന്നു അടിച്ച് പല്ല് ഒഴിച്ചേനെ. അമ്മ വന്നേനെ. അവരുടെ വീട് സ്ഥലവും ദത്തൻ തട്ടിയെടുത്തപ്പോ ഞാനൊന്ന് നിർബന്ധിച്ചിരുന്നേൽ അമ്മ വന്നേനെ. അപ്പൊ നീ പറഞ്ഞു അമ്മയെ നോക്കാം, അമ്മൂനെ പറ്റത്തില്ലെന്ന്. അമ്മൂനെ വിട്ടിട്ട് അമ്മ വരുമോ? എടീ, സത്യത്തിൽ നീ ആ കാണിച്ചത് എന്തൊരു ക്രൂരതയാ. അത് കാരണം എനിക്ക് ജീവിതത്തിൽ ഒരു കാലത്തും സമാധാനം കിട്ടത്തില്ല. അമ്മയുടെ അവസാന കാലത്തൊന്നും കണ്ടില്ല. അതും പോട്ടെ, മരിച്ചു കിടന്നിടത്തും വഴക്കുണ്ടാക്കി ഇറങ്ങി പോരേണ്ടി വന്നു. പോരണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് അമ്മയെന്നൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി പോരരുതായിരുന്നു. നീ ആരാടി പറയാനെന്ന് ചോദിച്ച അവിടെ തന്നെ നിക്കണമായിരുന്നു. എന്റെ അമ്മയുടെ ചെതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തോന്ന് ഉറപ്പിച്ചങ്ങ് പറയണമായിരുന്നു. അങ്ങനെ ചേട്ടൻ ഇവിടെ നിൽക്കാനുള്ള ഗട്ട്സ് ഇല്ലാതെ പോയതെന്താ? എന്നെ കുറ്റം പറയാനാണേൽ എളുപ്പമുണ്ടല്ലോ.
അവസാന കാലത്ത് പോയി കണ്ടില്ല പോലും. ഞാൻ ഇവിടെ നിങ്ങളെ ചങ്ങലിക്കിട്ട് പൂട്ടിയിട്ടിരിക്കുവായിരുന്നോ? നീയാണോടാ ആ വൈകുണ്ഠത്തെ പെമ്പർന്നവർക്ക് കൊള്ളി വെച്ചത്? ഇന്നിവിടെ മീൻകാരി സുമതി ഒന്ന് പറഞ്ഞു. ഓ, കേട്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. ഇത് വല്ലതും നമ്മളറിയുന്നു? ഡാ, നിന്റെ വായി നാക്കില്ലയോ? അതോ ചെവി വെക്കാൻ വയ്യായോ? ഞാൻ ചോദിച്ചതിന് സമാധാനം പറയടാ. അത് ശരി. അവരാരാ? നിന്റെ പെറ്റ തള്ളയോ? നിന്നെ 10 മാസം ചുമന്ന് പേറ്റുനോർന്ന് പ്രസവിച്ച് പാല് ഒന്ന് വളർത്തി വലുതാക്കിയത് ഞാനാ. അത് നീ ഒരു നിമിഷം ഓർത്തോടാ. അതെന്തിനാടി സരസമ്മയാമ ഓർക്കുന്നത്? നിന്റെ കാര്യം ഓർത്താ ഒരു ദിവസം പോയി കിട്ടും. മോനെ വിഷ്ണു, നീ ചെയ്തത് ഏതായാലും നന്നായി മക്കളെ. അല്ലേലും അവർക്ക് നിന്നെ സ്വന്തം ആമ്പിള്ളേരെക്കാളും കാര്യമായിരുന്നു. അതാ അവരുടെ ചെതയ്ക്ക് നീ തന്നെ തീ കൊളുത്താൻ അവസരം വന്നത്. അത് അവരുടെ ആത്മാവിന്റെ ആശയായിരിക്കും.